മുണ്ടത്തിക്കോട് അപകടം നടന്ന സ്ഥലത്ത് നടക്കുന്ന തിരച്ചിലിനിടെ തലയുടെ ഭാഗങ്ങൾ കിട്ടി. കുളവാഴ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നിന്നാണ് ശരീരഭാഗങ്ങൾ കിട്ടിയത്. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, 2 ദിവസമായി തുടരുന്ന തിരച്ചിലിനൊടുവിലും ഇപ്പോഴും മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. കൂടുതൽ പരിശോധന, കൂടുതൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പരിശോധന ആവശ്യമുള്ള സാഹചര്യമുണ്ടോ? തീർച്ചയായും അതോ ഇന്ന് വൈകിട്ട് ഏതാണ്ട് 200ഓളം പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് ഈ മേഖലയിൽ ആകമാനം പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിലാണ് ഇപ്പോൾ ഒരു മനുഷ്യന്റെ ഒരു തലയുടെ ഭാഗങ്ങൾ കിട്ടിയത്. ചെവി ഒഴികെയുള്ള ഭാഗങ്ങളാണ് കിട്ടിയത്. ഈ കാണുന്ന പാടത്ത് വെച്ചാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഒരു തലയുടെ ഭാഗങ്ങൾ കിട്ടിയത്. ഏതാണ്ട് കുളവാഴയടക്കം ഉള്ള ഒരു മേഖലയിൽ നിന്നാണ് കിട്ടിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തിയിരുന്നു, ഇന്ന് രാവിലെയും നടത്തിയിരുന്നു. പക്ഷേ പല മേഖലകളിലും ഇത്തരത്തിലുള്ള ശരീരഭാഗങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ സംശയം. അതുകൊണ്ട് തന്നെ നാളെയും പരിശോധന തുടരാനാണ് തീരുമാനം. രാവിലെ 8 മണിക്ക് നാളെ വീണ്ടും പരിശോധന നടത്താനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ കിട്ടിയ തലയുടെ ഭാഗങ്ങൾ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. DNA പരിശോധന അടക്കം നടത്തുകയും ചെയ്യും. ഇന്ന് രാവിലെ മുതൽ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 10ഓളം ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു തലയുടെ ഭാഗങ്ങൾ കിട്ടുന്നത് അത് ഇന്ന് ഇത്തരത്തിൽ ഇന്നും ഇന്നലെയും പരിശോധന നടത്തിയപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് അത്തരമൊരു ഭാഗം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്താനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇന്നത്തെ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. മുണ്ടത്തിക്കോട് അപകടമുണ്ടായിടത്തു നിന്ന് മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ തലയുടെ ഒരു ഭാഗം കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നത്. DNA പരിശോധന അടക്കം പൂർത്തീകരിക്കേണ്ടതുണ്ട്. വീണ്ടും പരിശോധന തുടരേണ്ടതിന്റെ ആവശ്യകത കൂടി കാണിക്കുന്നതാണ് ഇപ്പോഴും അവിടെ നിന്ന് ശരീരഭാഗങ്ങൾ കിട്ടുന്നു എന്നുള്ളത്.